ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ സോറിയാസിസിനെ കുറിച്ചിട്ട് കുറേ സീരീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പലതരം ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലതരം ടാബ്ലറ്റുകൾ, ഓയിൻമെൻറ്റുകൾ, ലൈറ്റ് തെറാപ്പി, ബയോളജിക്കൽ ഏജൻറ്റുകൾ, ഇങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബയോളജിക്കൽ തന്നെ വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല, മറിച്ച് ഇങ്ങനെയൊരു സംഗതി ഇത് പേഷ്യൻസിന് പലപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്കാഫോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരു ബയോളജിക്കൽ ഏജൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബയോളജിക്കൽ ഏജൻറ്റ് ലില്ലി കമ്പനിയുടെ കോപ്പലോർ ഇക്സക്യുനുമാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ബയോളജിക്കൽ ഏജൻറ്റ്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ഇത് സോറിയാസിസ് ഉണ്ടാകുന്ന ആ ഒരു പാത്വേയിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ പോയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ പാത്വേയെ ബ്ലോക്ക് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ കുറക്കുന്ന ടൈപ്പ് ഏജൻറ്റുകളാണ്. ബയോളജിക്കൽ ഏജൻസിൻ്റെ പൊതുവേ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ ടാബ്ലറ്റ് ആണെങ്കിലും ഓയിൻമെൻ്റ് ആണെങ്കിലൊക്കെ ഇത് എപ്പോഴും ഉപയോഗിക്കണം. ഇത് അതിന് പകരം കുറച്ച് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഗ്യാപ്പിൽ മാത്രം ഇഞ്ചക്ഷൻ ആയിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇത് വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ബയോളജിക്കൽ ഏജൻസിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് ഇത് ഓട്ടോ ഇഞ്ചക്ടറാണ്. പേഷ്യൻറ്റിന് അവർക്ക് തന്നെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. അത് പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ ജനറലി വേണം. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ അവരുടെ സൂപ്പർവിഷനിൽ തന്നെ അത് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒന്നും പോകേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്യൂബിലാണ് ഇത് വരിക. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ഊരിയിട്ട്, ഇപ്പം ഇതിലിപ്പോൾ മെഡിസിനോ നീഡിലോ ഇല്ല, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഡെമോ ഒരു പാക്കാണിത്. ഇപ്പം നമ്മുടെ കൂടുതലായിട്ട് തൈസിലോ നമ്മളെ ആബ്ഡോമനിലോ അല്ലെങ്കിൽ ഇവിടേക്കാണ് ചെയ്യുക. അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രീൻ അൺലോക്കിൻ്റെ ഒരു സൈൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് തിരിച്ചിട്ട് പിന്നെ ഇവിടുത്തെ ബട്ടൺ അമർത്തുക. അപ്പോൾ അമർത്തുമ്പം നമുക്ക് ഇവിടെ ഒരു ഇതിങ്ങനെ വരുന്നത് കാണാം. ഒരു സെക്കൻഡ് ക്ലിക്ക് സൗണ്ടും കേട്ടും. ഈ സെക്കൻഡ് ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഡ്രഗ് കംപ്ലീറ്റ് ആയിട്ട് ഡെലിവർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണിത്. ഇതിൻ്റെ ഒരു ഡോസിങ് വരുന്നത് ഫസ്റ്റത്തെ ഒരു ഡോസിൽ 2 ഇഞ്ചക്ഷൻ ഉപയോഗിക്കണം. പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ 12 ആഴ്ച വരെ ഒരു സിംഗിൾ ഇഞ്ചക്ഷനായിട്ട് വെക്കണം. പിന്നെ മന്ത്ലി ഓരോ ഇഞ്ചക്ഷനായിട്ട് വെക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ഡോസിങ്. അപ്പോൾ ബയോളജിക്കൽ ഏജൻറ്റ്സ് ഉപയോഗിക്കുമ്പോഴും പലരും ചോദിക്കും ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന് ഒരു എത്രത്തോളം ഉപയോഗിക്കുമെന്ന് അത്രത്തോളം ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു പെർമനൻറ്റ് ചോയ്സ് അങ്ങനെയൊന്നും ഇതിന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ മന്ത്ലി ഒരു ഇഞ്ചക്ഷനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ മെത്തോട്രെക്സേറ്റ് പോലുള്ള പല ടാബ്ലറ്റുകൾക്കും ഈ ലിവറിൻ്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ കൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഭയക്കാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനത്തെ കോൺട്രാ ഇൻഡിക്കേഷൻസും ഇതിന് ഹെപ്പാറ്റിക് ലിവർ ഡാമേജോ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് അങ്ങനെയൊന്നും ഈ 5 ഇയറിൻ്റെ സേഫ്റ്റി സ്റ്റഡിയിലൊന്നും ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല അങ്ങനെ പ്രശ്നങ്ങളുള്ള ലിവറിനും കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് പോലും ഇത് അണ്ടർ സൂപ്പർവിഷൻ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ലാന്നുള്ള സ്റ്റഡീസൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിനെ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വളരെ മൈനർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളാണ്. ഇഞ്ചക്ഷൻ ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ചില റിയാക്ഷൻസും അതുപോലെ ഫ്ലൂ പോലുള്ള ചെറിയ മൈൽഡായിട്ടുള്ള റിയാക്ഷനുകൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഒരു സൈഡ് എഫക്ട്സിൻ്റെ പേടിയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. MRP ഒരു അറൗണ്ട് 25,000 അടുത്ത് വരുന്നുണ്ട്. പിന്നെ അത് പർച്ചേസ് ചെയ്യുമ്പോൾ 20-21,000 അടുത്ത് വരും. അപ്പോൾ അത് പിന്നെ ഫസ്റ്റത്തെ ഒരു 6-8 ഇഞ്ചക്ഷന് പിന്നെ മന്ത്ലി ഈ ഒരു പ്രൈസ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ചില ഇൻഷുറൻസിലൊക്കെ ഇത് കവേർഡ് ആവാറുണ്ട്. എസ്പെഷ്യലി പിന്നെ പുറമേലൊക്കെ ഇൻഷുറൻസിൽ കവേർഡ് ആവുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീഡോ അതിന് വേണ്ടിയുള്ള ഒരു കൺസൾട്ടേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അഗെയിൻ ഇതൊരു
ഈ ഒരു മെത്തേഡ് വേറെ കമ്പനീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് കമ്പനി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഈ ഒരു സംവിധാനത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.